ഇതിൽ കുടുങ്ങി സംഭവം. ഇതെപ്പോഴും ഈ കമ്മലിട്ട് കഴിഞ്ഞാൽ ഈ ഉടുപ്പിൽ കുടുങ്ങും. ഇതിങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, ഒരു തയ്യലാണ് ഈ ടോപ്പില്ലേ, ഈ ടോപ്പിന് ഭയങ്കര പൈസയുള്ള ടോപ്പാണ്. ഇതൊരു സൈസ് ഉണ്ടല്ലോ, നൂല് കൊണ്ട് ഇങ്ങനെ തയ്ച്ചുണ്ടാക്കിയ ടോപ്പാണ്. ബാക്കില്ല, ഇതുകൊണ്ട് ബാക്കിലില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ എപ്പോഴും നമ്മുടെ കടയിൽ കണ്ടോ നൂല് പോലെ ഇങ്ങനെ കുടുങ്ങും. അത് ഈ നൂലേൽ ഇങ്ങനെ കുടുങ്ങുന്ന ഒരു സംഭവമായത്. ഈ ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സാണ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് ഇത്. ജീൻസിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. കണ്ടോ, ഡ്രസ്സ് കൊള്ളാം അല്ലേ, സൂപ്പറല്ലേ, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സാണ്. കളറും കൊള്ളാം, അത് നല്ലതാണ്. ഇത് എവിടുത്തെ ഡ്രസ്സാണെന്നറിയോ? ഞാനേ അമേരിക്കയിൽ പോയല്ലോ. ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ വലയായത്. അടിയിൽ വേറൊരു ഡ്രസ്സാണ്. അടി വേറെന്ന് വെച്ചിട്ട്, വേറെന്ന് പറഞ്ഞാൽ ഇത് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ തയ്ച്ചിട്ട് ഇത് വല പോലെ ഇതിനകത്തുള്ള അതൊന്ന് തയ്യലാണ്, അത് തയ്ച്ച് വെച്ചിരിക്കുന്നത്. ഭയങ്കര വിലയായി ഡ്രസ്സ്, ഇങ്ങനത്തെ ഡ്രസ്സുകൾക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് എവിടുത്തെ ഡ്രസ്സാണെന്നറിയോ? ഇവിടുന്നല്ല, അമേരിക്കയിലെ ഡ്രസ്സാണ് ഇത്. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അന്നേരം അവിടെ വെച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സാണ് ഇത്. കണ്ടോ, ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ളത് എവിടെയാണെന്നറിയോ? ടെക്സസ്. മനസ്സിലായോ? ടെക്സസിലും എൻ്റെ ബന്ധുക്കളുണ്ട്, ചിക്കാഗോയിലും എൻ്റെ ബന്ധുക്കളുണ്ട്, എല്ലായിടത്തും ഉണ്ട് ബന്ധുക്കളുണ്ട്. അമ്മ പോയത് ചിക്കാഗോയിലാണ്. പിന്നെ അവിടെ ആങ്ങളെയൊക്കെ ഉണ്ട്, ആങ്ങളെയും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിട്ട് ഞങ്ങൾക്കൊക്കെ സ്പോൺസർ ചെയ്തതാണെന്നറിയോ? എന്നിട്ട് അത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞ പിന്നെ ഞങ്ങളൊക്കെ പോയെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ഇവിടെ തന്നെയുള്ള ആളൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്ന ആളൊന്നുമല്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുമാതിരിപ്പെട്ട ഇന്ത്യ വിട്ടുള്ള ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഈ പോയ രാജ്യങ്ങളിലൊക്കെ അവിടുന്ന് ഓരോരോ ഡ്രസ്സുകൾ, ഓരോ കോസ്റ്റ്ലി ആയിട്ടുള്ള ഓരോ ഡ്രസ്സുകളും ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവിടുന്നൊക്കെ വാങ്ങിച്ച ഡ്രസ്സുകളാണ് എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ. അല്ലാതെ ഞാൻ ഇവിടുന്നൊന്നും വാങ്ങിച്ച ഡ്രസ്സുകളല്ല എൻ്റെ ഒന്നും, സത്യം പറഞ്ഞാൽ. അതിങ്ങനെ ഞാൻ ഈ കൊണ്ട് കിടന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോസ് എടുക്കുന്നത്. അല്ലാതെ ഇവിടെയൊക്കെ ഇത്രയും ഡ്രസ്സുകൾ കിട്ടുമോ? കിട്ടത്തില്ല. ഇവിടുത്തെ ഡ്രസ്സുകൾ വേറെ ടൈപ്പാണ്. ഫോറിനേഴ്സ് ഇടുന്ന ഡ്രസ്സ് വേറെ, ഇവിടുത്തെ ഇന്ത്യക്കാരിടുന്ന ഡ്രസ്സ് വേറെ, രണ്ടും രണ്ടാണ്. ഇതൊക്കെ ഫോറിനേഴ്സിൻ്റെ ഡ്രസ്സുകളാണ്. അതാണ് ഇതും അത് തന്നെ, അവരുടേതാണ്. ജീൻസിൻ്റെ ഈ കളസം പോലുള്ള ഇതും അവരുടെ ഡ്രസ്സാണ്, ഫോറിനേഴ്സിൻ്റെ. ഇത് രണ്ടും മാച്ചിങ്ങാണ്. ഓക്കെ.